വിദേശ രാജ്യത്തെ സ്വദേശങ്ങളിലുമൊക്കെ അന്യായമായ തടങ്കലിൽ കിടക്കുന്നവർ ന്യായമായ തടങ്കലിലാണെങ്കിൽ പോലും അവിടെ ശിക്ഷയുടെ സമയം കഴിഞ്ഞിട്ട് വീണ്ടും അവർക്ക് സ്വാധീനമില്ല, പണമില്ല, ഇല്ലാത്തതുകൊണ്ട് ജീവിതം പെട്ടുപോയവര് പലതരത്തിലുള്ള തെറ്റാണെന്നറിയാതെ ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് നിയമത്തിൻ്റെ ശിക്ഷ മേടിച്ച് ജീവിതം കുരുങ്ങിപ്പോയവരെ യേശുവിന്റെ നാമത്തിൽ അവരുടെ ബന്ധനങ്ങൾ അഴിയട്ടെ. സ്തുതിക്കട്ടെ. രണ്ട് പ്രളയങ്ങള്, 2 കൊറോണ, 2 വർഷത്തെ കൊറോണ, ഇതെല്ലാം വന്ന് ജനങ്ങളുടെ സാമ്പത്തികമായി തകർന്ന് ബാങ്കിൻ്റെ പലിശ ഒരു വരുമാനമില്ലാത്ത കാരണം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ പാർലമെൻറ്റ് തീരുമാനം പോലും ബാങ്കിന് അനുകൂലമാണ്. ഇനി നിങ്ങൾ കോടതി പോകേണ്ട കാര്യമില്ല, ബാങ്കിന് നേരിട്ട് ജപ്തി ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുക. നമ്മൾക്ക് ജനതങ്ങൾക്ക് ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഈ ആരാധന കണ്ണീരിടുന്നത്. കർത്താവ് നിൻ്റെ വിഷയത്തിൽ തീരുമാനമെടുക്കും, കർത്താവ് നിൻ്റെ കണ്ണീരിനെ ഏറ്റെടുക്കും എന്ന് ആഴമായ വിശ്വാസ ബോധ്യമുള്ളവരെ കൈവർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടെ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങൾ പ്രത്യാശിക്കുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു. നിന്നെ സ്നേഹിച്ചിടും നിന്നെ ശക്തിയൊക്കെയോടും നിന്നെ സ്നേഹിച്ചിടുന്നേ നിന്നെ നിലച്ചു വാഴും നീലേഴുന്നള്ളണേ സ്വർഗീയ രാജനീശോ നിൻ മുൻപിൽ വന്നിതാ കാരുണ്യ സാഗരമേ കാത്തുകൊള്ളണമേ നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. സന്തോഷമായിട്ടിരിക്കണം. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ മേൽ കൈനീട്ടിക്കൊണ്ട് കർത്താവിൻ്റെ വചനാഭിഷേകം ഉണ്ടാകാൻ വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ അങ്ങയുടെ അഭിഷിക്തനെ യേശുവേ നീ നോക്കി പാർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനങ്ങൾ അങ്ങയുടെ അഭിഷിക്തനിലൂടെ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ മേഖലകളിലെയും യേശുവേ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും
സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ബിബിൻ്റെ വിഷയം എന്ന് വെച്ചാൽ ബിബിന് എന്താ ചെയ്തതെന്നറിയാവോ? ബിബിൻ ചെയ്തത് പത്രം കോവിഡ് കാലത്താണ് ഇവിടെ വരണത്. ഇവൻ ഈ 3-4 പേരൊക്കെ പല ദിവസങ്ങൾക്ക് അവന് പത്രം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ ഈ അമ്മയെ തിരക്കി ഇവിടെ വരും. അപ്പോൾ ഇവിടെ അടച്ചിട്ടിരിക്കുക. അപ്പോൾ വാദിക്കാതിരിക്കുന്ന മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് അവൻ പോകും. അവൻ്റെ ബിടെക് കാര്യങ്ങളും പരീക്ഷകളൊക്കെ അവൻ ഓൺലൈനിൽ ഉടമ്പടി ചെയ്യും. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഓൺലൈൻ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഒത്തിരി ഉണ്ട്. ഓൺലൈൻ ഉടമ്പടി ചെയ്ത ആൾക്കാരെല്ലാം പെട്ടെന്ന് വന്നിട്ട് എന്തുകൊണ്ടാണ് അവർ ഈ തീർത്ഥാടന ഉടമ്പടി ചെയ്യണമെന്ന് വെച്ചാൽ ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ദൈവം ലൈനിലാവും. അവൻ്റെ വാക്കുകൾക്ക് അവൻ്റെ വേദനയ്ക്ക് ആശ്വാസം കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ ആദ്യം ഇവന് ഓൺലൈൻ ഉടമ്പടി ചെയ്യാണ് ചെയ്തത്. എന്നിട്ട് ഇവൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ വൈ ഉടമ്പടി, എന്തുകൊണ്ടാണ് ഉടമ്പടി എന്ന് നിങ്ങൾ അറിയണം. എവിടെയാണ് ഉടമ്പടി തുടങ്ങേണ്ടത്? വാട്ട് ഈസ് ദ കോസ് ആൻഡ് സ്പേസ് ഓഫ് ദി കവനൻറ്റ്? എന്താണ് അതിൻ്റെ കാരണങ്ങൾ ഉടമ്പടിയുടെ? അത് നമ്മുടെ ഡീമെറിറ്റ്സ് ആണ്. മനസ്സിലായില്ലേ? ഉടമ്പടിയുടെ കാരണം നമ്മൾ എന്തിനാണ് ദൈവത്തോട് ഉടമ്പടി ചെയ്യണത്? നമ്മുടെ മെറിറ്റ് ലൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഉടമ്പടി ചെയ്യുക. നമുക്കറിയാമല്ലോ, ഇപ്പോഴും ഞാനിവിടെ OIT, MOH, AHAD, PSC, BTech എല്ലാം എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഞായറാഴ്ച മാത്രമേ ഞാൻ ആൾക്കാരെ കാണാതെ ഉള്ളൂ, ബാക്കി എല്ലാ ദിവസവും കാണാം. പക്ഷേ നിങ്ങൾ കാര്യം ചെയ്യണം, ഞാനിവിടെ ഉണ്ടോ ഇല്ലേ എന്ന് വിളിച്ച് നോക്കി ബുക്ക് ചെയ്ത് ഉറപ്പ് വരുത്തണം. കാര്യം എനിക്ക് ബിഷപ്പ് ഹൗസിലും കൂടുതൽ ഉത്തരവാദിത്തങ്ങളായിപ്പോൾ. തന്നെയല്ല, പല സ്ഥലങ്ങളിൽ കൃപാസനത്തിന് ശുശ്രൂഷകളല്ല പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ചില ദിവസങ്ങൾക്ക് എനിക്ക് ബൈപ്പേഴ്സൺ പോകാതിരിക്കാൻ പറ്റത്തില്ല. ഗവൺമെൻറ് ഓഫീസർമാരെ വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഗവൺമെൻറ് പ്രോജക്റ്റാണ് 1-2 എണ്ണം. അപ്പോൾ ഗവൺമെൻറ് ഓഫീസർമാർ വിസിറ്റ്, ഇപ്പോൾ സിമിത്തേരി പണിയുന്നുണ്ട് എൻ്റെ പള്ളിയിൽ ഇടവകയെ, അതെല്ലാം റിമോട്ടിൽ ചെയ്യുകയാണ്. പക്ഷേ ചില ദിവസങ്ങൾ ഞാൻ ചെല്ലേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് ഞാൻ മസ്റ്റ് പോകുമ്പോൾ അത് എൻ്റെ മക്കളൊന്ന് അറിയണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് 9447285400 വിളിച്ച് ചോദിക്കും. അതാണ് നമ്പർ. അത് ആ നമ്പറിൽ വേറെ ആരും വിളിച്ചെടുക്കത്തില്ല. നിങ്ങൾ ചോദിക്കുമ്പോൾ അവിടെ അച്ഛൻ നാളുണ്ടോ, രോഗിയെ കൊണ്ടുവരാനാണെന്ന് പറയണത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പാകത്തില്ല. ചില ആൾക്കാരെ വന്നിട്ട് ചിലപ്പോൾ ഞാൻ ഇല്ലാത്ത ദിവസം വന്ന് പോകും. ഇപ്പോഴേ വിഴിഞ്ഞ സമരം നടക്കുകയല്ലേ. അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി കരിദിനത്തിൻ്റെ ദിവസത്തിൽ ഞങ്ങൾ വേറെ സമരം കളക്ടറേറ്റ് ധർണയ്ക്ക് പോയി. ഇപ്പോൾ ഇന്നലെ ജയശങ്കറിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അതായത് ഞാൻ ഹൈക്കോടതിയിൽ നിന്നൊരു വിധി സമ്പാദിച്ചിട്ടുണ്ട് ഈ വിഷയത്തിന്. കാര്യം ഈ കൊച്ചി തുറമുഖത്തിൻ്റെ വരവോടുകൂടിയാണ് 100 കിലോമീറ്ററിൽ 5 കിലോമീറ്റർ വീതിയിലും 100 കിലോമീറ്റർ നീളത്തിലും കേരളത്തിന് ഈ കൊച്ചി ആലപ്പുഴ മേഖലയെ തീരം നഷ്ടപ്പെട്ടത്. ആ സർക്കാർ വികസനത്തിൻ്റെ പേരിൽ ഇരകളായിപ്പോയതാണ്. ഒരു വീടിന് മനോരമയിൽ കഴിഞ്ഞ ദിവസങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്താണ്? 1922 100 കൊല്ലം മുമ്പ് ഒറ്റ കടൽക്ഷോഭത്തിൽ ഒരു വീടിന് 2000 തെങ്ങ് നഷ്ടപ്പെട്ടെന്ന്. ഇപ്പോൾ സാമ്പത്തികമായ തകർച്ച അങ്ങനെ എത്രയോ വീടുകൾക്ക് പോയി, കരകൾ പോയി, തെങ്ങുകൾ പോയി, വീടുകൾ പോയി, എല്ലാം കടലൊഴിച്ചു പോയത് ഒരു തുറമുഖം ഉണ്ടാക്കിയാണ്. വിഴിഞ്ഞം പോലെ ഒരു തുറമുഖം എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ വികസനത്തിന് വി ആർ നോട്ട് എഗൻസ്റ്റ്. മേരി മാഗ്ഡലിൻ പള്ളിയും ഒരു ഇടവക അങ്ങനെ തന്നെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് കൊടുത്തൊരു സഭയാണിത്. നിരുപാധികം ഒഴിഞ്ഞു കൊടുത്തതാണ്. അപ്പം വി ആർ നോട്ട് അഗൻസ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വികസനത്തിനെതിരല്ല. പക്ഷേ എന്താ വേണ്ടത്? ജീവിക്കാനുള്ള അവകാശമാണ്. പിറന്ന മണ്ണിൽ നമുക്ക് ജീവിക്കാനുള്ള അവകാശമില്ലേ? അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് വിഴിഞ്ഞത്ത് നടക്കുന്നത്. ആ പോരാട്ടം ഇനി നേരെ കടലോരം മുഴുവൻ നടക്കും. ഇപ്പം തന്നെ എന്തുകൊണ്ടാണ് കുടിയേറ്റ അവിടെയുള്ളവരെല്ലാവരും ഇന്നലെ വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്? ഈ സമരം നിസ്സാരമല്ലെന്നാണ്. എവിടെയെല്ലാം ഇങ്ങനെ വികസന കോർപ്പറേറ്റുകളും അതുപോലെ തന്നെ ലാഭം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതം വഴിയാധാരമാകുന്നുവോ അവിടെയെല്ലാം അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ള ബാധ്യത ബേസിക്കായിട്ട് ക്രിസ്ത്യാനിക്കുണ്ട്. ശരിക്കും അത് സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അത് നീതിക്ക് വേണ്ടിയുള്ള നിലവിളി, നീതിക്ക് വേണ്ടിയുള്ള വിശപ്പ്, ഇതെല്ലാം സുവിശേഷ പുണ്യമാണ്. ഈശോ എത്രയോ പ്രാവശ്യം നേരത്തെ പറഞ്ഞു, നീതിക്ക് വേണ്ടി വിശക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തരാക്കപ്പെടും.
അപ്പോൾ എപ്പോഴായാലും അത് കർത്താവിൻ്റെ വചനമാണ്. അപ്പോൾ നീതിക്ക് വേണ്ടി വിശക്കേണ്ട ഒരു സമയം വരുമ്പോൾ, നീതിക്ക് വേണ്ടി കരയേണ്ട ഒരു സമയം വരുമ്പോൾ വിശക്കും കരയുകയും അത് നമ്മുടെ പ്രതിഷേധവും പ്രതിരോധവുമായിട്ട് അധികാരസ്ഥാനങ്ങളിൽ അറിയിക്കുകയും ചെയ്യാം. അപ്പം അങ്ങനെയുള്ള ചില സമയത്തൊക്കെ വരുമ്പോൾ ചില സമയത്തൊക്കെ ചില ദിവസങ്ങളിൽ അച്ഛനുണ്ടാകത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ 30 കൊല്ലമായിട്ട് കൃപാസന ഇൻവെസ്റ്റാണ്. 87 മുതൽ ഞാൻ ഈ വിഷയത്തിന് ഫോളോ അപ്പ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് ഹൈക്കോടതി പോകാൻ കാരണം. 1.25 ലക്ഷം രൂപ മറ്റേ ഹൈക്കോടതി പോയിരിക്കണം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത്രയും വിഷയം സീരിയസ് ആയത് നമുക്ക്. അതായത് 100 കൊല്ലത്തെ കോമ്പൻസേഷനാണ് വേണ്ടത്. ഇപ്പം ഗർഭിണികൾക്ക് കടലോരത്തെ ഗർഭിണികൾക്കൊന്ന് പ്രസവിച്ച് കിടക്കാൻ മാന്യമായ ആശുപത്രി ഉണ്ടോ? ഇവിടെ ആരും കൈ നീട്ടേണ്ട ഒരു കാര്യം തീരത്തിനില്ലായിരുന്നോ? കല്യാണം വരെ കടലിൽ കൊണ്ടുപോയൊരു കാലം ഉണ്ടായിരുന്നു. അത്രയ്ക്ക് സമർത്ഥമായിരുന്നു. ഒരു കുടുംബത്തിന് വനവരം എഴുതിയിരിക്കണം, ഒരു കുടുംബത്തിന് 2000 തെങ്ങേ ഒറ്റ കൊച്ചി തുറമുഖം തുടങ്ങിയപ്പോൾ അതിൻ്റെ ബ്രിസ്റ്റോ സായിപ്പ് അതിൻ്റെ ഡ്രഡ്ജിങ് തുടങ്ങിയപ്പോൾ അന്നുണ്ടായ ആക്രമണമാണ്. അതിനെതിരെയാണ് ഞാൻ ഹൈക്കോടതിയിൽ പോയത്. കോടതി അനുകൂലമായ വിധി തന്നു. ഓൾ ഗ്രീവിയൻസ് മസ്റ്റ് ബി സെറ്റിൽഡ് പെർമനൻ്റലി. 100 കൊല്ലമായിട്ട് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന മുഴുവൻ വേദനകൾക്ക് പരിഹാരം ഉണ്ടാകണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ ദിവസം അതുകൊണ്ടാണ് ഇന്നലെ ജയശങ്കരൊക്കെ ഈ കോടതി വിധി ഡിസ്കസ് ചെയ്തത് വീഡിയോയിൽ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ ആത്മീയ ബോധവും ഭക്തിബോധമൊക്കെ നല്ലതാണ്, പക്ഷേ അതേസമയം തന്നെ സാമൂഹ്യ പ്രതിബദ്ധത സുവിശേഷ പരതയുടെ ഭാഗമാണ്, സുവിശേഷ സാക്ഷ്യത്തിൻ്റെ ഭാഗമാണ്, യേശുവിൻ്റെ പ്രഘോഷണത്തിൻ്റെ ഭാഗമാണ്, യേശുവിൻ്റെ സ്വത്വത്തിൻ്റെ ഭാഗമാണ്. ശ്രദ്ധിക്കട്ടെ. സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ ദേവമാതാവേ, മക്കൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിന്നെ പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. അപ്പോൾ ഓരോ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ നമ്മളെന്താ ചെയ്യണത്? നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുകയാണ്. അത് ഓർക്കണം. അല്ല ഞങ്ങൾ പറഞ്ഞ് നിങ്ങളോട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഉടമ്പടിയുടെ ഭാഗമായിട്ട് അതും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മോന്തം കയറ്റി അളിഞ്ഞ മോന്തമായിട്ട് ഇങ്ങനെ ഒപ്പിച്ചെടുക്കരുത്. അത് പ്രേക്ഷിത പ്രവർത്തനം അല്ല. അത് ശരിക്കും പിന്നെ എന്താ, അത് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രത്യാശയുടെ ഭാഗമാണ്. ആരുടെ പ്രത്യാശ? ദൈവത്തിൻ്റെ വിശ്വസ്തതയിലുള്ള പ്രത്യാശ. ദൈവം എന്നോട് വിശ്വസ്തത കാണിക്കും. എൻ്റെ ജോലി, വീട്, വിവാഹം, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാവിധ അസമാധാനങ്ങളും, കോടതിയിലെ കേസ്, വിവാഹമോചനത്തിൻ്റെ കേസ്, വീട്ടിലുണ്ടാകുന്ന അലോക്യങ്ങളും, കുട്ടികളില്ലാത്ത അവസ്ഥകളും, കുട്ടികൾ ഉള്ളതിൻ്റെ അവസ്ഥകളും, ഇങ്ങനെ എൻ്റെ കണ്ണീരിൻ്റെ ഓരോ കാരണങ്ങൾക്കും ദൈവം ഇടപെടും. അതിന് അവൻ എന്നോട് വിശ്വസ്തത കാണിക്കും എന്നുള്ള എൻ്റെ പ്രത്യാശ. ആ പ്രത്യാശയാണ് ഹെബ്രായർ 10:23 പറയണത്. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന വിശ്വസ്തനാകിയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റു പറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. അവൻ പറയണ പോലെ ചെയ്യുന്നതിൽ നമ്മൾ സ്ഥിരതയുള്ളവനായിരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ദൈവമായിട്ടാണ് നമ്മളൊരു കക്ഷി. ഉടമ്പടിയിൽ എന്താ സംഭവിക്കണത്? നമ്മളൊരു കക്ഷി, ദൈവം ഒരു കക്ഷി, അല്ലേ? ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ നമുക്ക് വല്ല യോഗ്യത ഉണ്ടോ? അതാണ് ഈ അച്ഛന്മാരൊക്കെ ആദ്യകാലങ്ങളിൽ, ചില അച്ഛന്മാരെ, എല്ലാ അച്ഛന്മാരും അല്ല, ഇപ്പോൾ സഭയ്ക്ക് മുഴുവൻ മനസ്സിലായി. നല്ല പ്രാർത്ഥനയാണ്, ജനങ്ങളെ വിശുദ്ധീകരിക്കുന്നുണ്ട്, സുവിശേഷം സാക്ഷീകരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഇപ്പം എനിക്ക് ആദ്യകാലം പോലുള്ള വിമർശനങ്ങളില്ല. പണ്ടെനിക്ക് എപ്പോഴും അച്ഛന്മാർ ഓരോരുത്തരൊക്കെ വാട്സപ്പിലൊക്കെ ഓരോ മെസ്സേജൊക്കെ വിടുമായിരുന്നു. ചില സമയത്തൊക്കെ എന്നെ പിതാവ് വിളിക്കുമായിരുന്നു, അതെന്താണ് ഇതെന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. പിതാവ് പക്ഷേ എപ്പോഴും എന്നോട് വളരെ വാത്സല്യത്തോടെയും കാര്യങ്ങൾ മനസ്സിലാക്കിയും ഉപദേശം നിർദ്ദേശം നൽകി ചേർത്ത് നിർത്തുകയുള്ളൂ.
എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ എപ്പോഴും വരുന്നൊരു വിഷയം, ഇപ്പോൾ നമ്മൾക്ക് ഒരു വിഷയമുണ്ടായി. ഈ വിഷയം ചില സമയത്ത് നമ്മുടെ മെരിറ്റിൽ ഒതുങ്ങണമായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഉടമ്പടി? എന്തുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്? നമ്മൾക്കുണ്ടായിരുന്ന വിഷയം നമ്മുടെ മെരിറ്റിൽ ഒതുങ്ങാത്തപ്പോഴാണ് ഉടമ്പടി ചെയ്യണത്. നിനക്കറിയാമല്ലോ, മെരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യോഗ്യത. ഗതികേട് കൊണ്ട് ഞാൻ ചില സമയത്ത് ഈ സാധനമൊക്കെ ഇംഗ്ലീഷ് ബൈബിൾ പഠിച്ചു വെച്ചിരിക്കുന്നത്, കാരണം ഇംഗ്ലീഷ് വാക്കാണ് പറയണത്. പക്ഷേ ചേച്ചിമാർക്ക് ചിലർക്ക് മെരിറ്റ് എന്താണെന്നൊക്കെ ഒന്നും അറിയാൻ പറ്റും. അച്ഛൻ ഇതിനെക്കുറിച്ചാണ് പറയണത് പോലെ അവർ അറിയും. അത് യോഗ്യത. ഒരു വിഷയം നടക്കണമെങ്കിൽ നിങ്ങളുടെ വീട് വെക്കുക, നിങ്ങൾക്ക് വിവാഹം കഴിക്കുക, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവുക, നിങ്ങൾക്ക് ജോലി കിട്ടുക, നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുക, നിങ്ങൾ ബിസിനസ്സിലേക്ക് പോവുക, നിങ്ങളുടെ വിസ അടിച്ചു വരിക, ഇങ്ങനെ ഓരോ ഈവൻസിന് 2 കാര്യങ്ങൾ വേണം. എന്ത് വേണം? മെറിറ്റ് ആൻഡ് ഗ്രേസ് വേണം, അല്ലേ? അത് നമുക്ക് യോഗ്യത ഉണ്ടാകണം, പിന്നെ എന്താണ്? വരപ്രസാദം ഉണ്ടാകണം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? വൈ കവനൻ്റ്? എന്തുകൊണ്ടാണ് കവനൻ്റ്? നമ്മൾക്ക് ചില സമയത്ത് മെറിറ്റിൽ ചില സമയത്ത് നമ്മൾക്ക് കുറവായിരിക്കും മെറിറ്റ്. കൃപാസനത്തിൽ വന്ന് എൻ്റെ പേരിൽ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞ് അവരെ ഞാനിവിടെ പറഞ്ഞയച്ചു. അവരിവിടെ വന്ന് 20/10/2020 23/10/2020 എൻ്റെ പേരിൽ ഉടമ്പടി എടുക്കുകയും അതിനുള്ള പൈസ കാര്യങ്ങളെല്ലാം ഞാൻ അവർക്ക് അവിടെ നിന്ന് അയച്ചു കൊടുക്കുകയും അവർ ഞാൻ പറഞ്ഞ പ്രകാരം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും എനിക്ക് വേണ്ടി എല്ലാ മാസത്തിലും 2-ാം ചൊവ്വാഴ്ച ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. 2-ാമത്തെ മാസം 2-ാം ചൊവ്വാഴ്ച ഇവിടെ വന്ന് അവർ പ്രാർത്ഥിച്ച് പോയപ്പോഴേക്കും അവിടുത്തെ UAE സമയം 2 മണിയോട് കൂടിയിട്ട് എനിക്ക് അവിടുത്തെ കോടതിയിൽ നിന്നും വിളി വന്നു. നിങ്ങളുടെ കേസെല്ലാം പൂർണ്ണമായും കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ട് എടുത്തുകൊണ്ട് പൊയ്ക്കോളീൻ എന്ന് പറഞ്ഞ് കോടതിയിൽ നിന്ന് എനിക്ക് വിളി വന്ന് ഞാൻ കോടതിയിൽ എനിക്ക് പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ വലിയൊരു അത്ഭുതം പോലെ തോന്നി. എനിക്ക് ആരും അവിടെ എൻ്റെ ഒരു കാര്യം പറയുവാനോ സംസാരിക്കുവാനോ ഒന്നുമില്ലാതെ ഞാൻ വളരെയധികം മാനസികമായിട്ട് തകർന്നു നിൽക്കുന്ന ഒരു സമയത്ത് 2:30 മണിയോട് കൂടിയിട്ട് എനിക്ക് വിളി വന്നു. എൻ്റെ കേസെല്ലാം പിൻവലിച്ചിരിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ട് എടുത്ത് പോകാൻ പറഞ്ഞു. ഞാൻ കോർട്ടിൽ ചെന്നപ്പോൾ കോർട്ടിൽ നിന്ന് എനിക്ക് അവിടുത്തെ വിധിയുടെ പകർപ്പ് തന്നു. നിങ്ങളുടെ സെറ്റിൽമെൻറ്റും കാര്യങ്ങളെല്ലാം അവിടുത്തെ കോർട്ടിൽ പോയിട്ട് വക്കീലുമായിട്ട് കണ്ട് സംസാരിച്ചെല്ലാം ക്ലിയർ ചെയ്തോളാൻ പറഞ്ഞ് എനിക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തന്ന് ഞാൻ ക്ലിയറായി എല്ലാം തീർന്ന് എൻ്റെ സ്വന്തം കമ്പനിയിലേക്ക് എനിക്ക് വിസ അടിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും അമ്മ മാതാവ് എനിക്ക് അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ സാധിച്ചതിൽ ഞാൻ ആദ്യമായിട്ട് അമ്മയോട് കോടാനുകോടി നന്ദിയും പറയുകയാണ്. പിന്നെ എനിക്ക് കിട്ടിയ അത്ഭുതങ്ങളെന്ന് പറഞ്ഞാൽ 20/11/2021 ഞാനിവിടെ സാക്ഷ്യം പറയാനായിട്ട് വന്നപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു സ്വന്തമായിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷമേ സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഉടമ്പടി എടുത്ത സമയത്ത് എൻ്റെ മക്കളുടെ കാര്യത്തിനായിട്ട് ഞാൻ ആ ഉടമ്പടിയിൽ വ്യവസ്ഥ പ്രകാരം ചെയ്തിരുന്നു. എൻ്റെ ഇളയ മകൾ സൗദിയിൽ നിന്നും വന്നിട്ട് ജോലി ഇല്ലാതിരുന്നൊരു സമയമായിരുന്നു. അവൾ അയർലൻഡിന് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനത് നിയോഗത്തിൽ വെച്ച് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് മകൾക്ക് അയർലൻഡിൽ നിന്നും വിസയും കാര്യങ്ങളെല്ലാം വന്ന് അവൾക്കവിടെ ജോലി കിട്ടി കയറിപ്പോകാനായിട്ട് സാധിച്ചു. പിന്നെ എൻ്റെ മൂത്ത മകൾ 10 വർഷത്തോളമായിരുന്നു ന്യൂസിലൻഡിലായിരുന്നെങ്കിലും അവൾക്ക് സ്വന്തമായിട്ടൊരു ജോലിയില്ലാതെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവൾ എന്നോട് പറയാറുണ്ടായിരുന്നു, അച്ചായി മാതാവിൻ്റെ അടുത്ത് പോകുമ്പോൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവൾ എപ്പോഴും എന്നോട് പറയുമായിരുന്നു. അത് പ്രകാരം ഞാനും അത് ആ ഉടമ്പടിയിൽ വെച്ചിരുന്നു. അപ്പം മകൾക്ക് അവിടെ ആദ്യം ഒരു ഇൻ്റർവ്യൂവിന് പോയി, അതിനവൾക്ക് ജോലി കിട്ടി, അവൾ പോയില്ല. 2ാമത്തെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ആ മകൾക്കും അവിടെ ജോലി കിട്ടി. ഇപ്പോൾ അവളും സന്തോഷമായിട്ടിരിക്കുന്നു. ഞാൻ അമ്മ മാതാവിനോടും തിരുവൽകുമാറിനോടും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ എനിക്ക് സ്വന്തമായ കമ്പനിയിലേക്ക് ഞാൻ ചെന്ന് സ്വന്തം കമ്പനി നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കൊറോണയ്ക്ക് ശേഷം
സാമ്പത്തികമായിട്ട് ഒത്തിരി പ്രതിസന്ധികൾ വന്നു. അവിടെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് ചെക്ക് കൊടുത്തിട്ടാണ് വാങ്ങുന്നത്, റെഡി ക്യാഷ് കൊടുത്തല്ല വാങ്ങുന്നത്. ചെക്കിൻ്റെ ഹിസാബിലാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത്. അങ്ങനെ ചെക്ക് റിട്ടേൺ ആയപ്പോൾ എൻ്റെ പേരിൽ വീണ്ടും അവിടെ കേസ് വന്നു. അങ്ങനെ ആ കേസിന് പൈസ അടയ്ക്കേണ്ടതായി വന്നപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ഞാൻ എന്നും പുലർച്ചെ 4 മണിക്ക് എണിച്ച് മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. മാതാവിനോട് എല്ലാ ദിവസവും 3 പ്രാവശ്യം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. രാവിലെ 4 മണിച്ചണിച്ച് നീലത്തിരി കത്തിച്ച് മാതാവിനോട് മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലുകയും പിന്നെ ഉച്ചയ്ക്ക് ഞാൻ റൂമിൽ വരുമ്പോൾ കുളിച്ചിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുകയും സന്ധ്യാസമയത്ത് ഞാൻ എല്ലാം ഡ്യൂട്ടിയും കഴിഞ്ഞ് കുളിച്ച് ഒരു 10-10:30 മണിയോട് കൂടിയിട്ട് മാതാവിൻ്റെ അടുത്ത് പച്ചത്തിരി കത്തിച്ച് എൻ്റെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കും. അങ്ങനെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ഞാൻ മാതാവിനോട് വളരെയധികം കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ കമ്പനിയിൽ ജോലി എടുത്തിരുന്ന പൈസകളെല്ലാം എനിക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടാനുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്തുനിന്ന് എല്ലാവരും പെട്ടെന്ന് പൈസകൾ ഓരോ സ്ഥലത്തുനിന്നായി കിട്ടുകയും ആ ചെക്കിൻ്റെ പൈസ അടയ്ക്കേണ്ട സമയമായപ്പോഴേക്കും 60,000 ദർഹംസ് എനിക്ക് എൻ്റെ കയ്യിൽ വന്നു ചേരുകയും ആ പൈസ കൃത്യസമയത്ത് തന്നെ അടയ്ക്കുകയും എൻ്റെ പ്രതിസന്ധികളെല്ലാം അവിടെ തീരുകയും ചെയ്തു. ഞാൻ അമ്മയോടും തിരുവൽകുമാറിനോടും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ഈ അടുത്ത ഈ മാസങ്ങളിൽ എൻ്റെ മക്കൾ ന്യൂസിലൻഡിൽ നിന്നും 6 വർഷം കൂടിയിട്ടാണ് നാട്ടിൽ അവരിപ്പോൾ വന്നത്. ഇളയ മകളും അയർലൻഡിൽ നിന്ന് ഒരുമിച്ച് നാട്ടിൽ ലീവിൽ വന്നു. എനിക്ക് വീണ്ടും അവിടെ ഒരു പ്രതിസന്ധി എന്നെ വന്നു ചേർന്നു. ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. മാതാവ്, എൻ്റെ മക്കൾ പോകും മുമ്പായിട്ട് എൻ്റെ മക്കളെ എനിക്കൊന്ന് ചെന്ന് കാണണം. അങ്ങനെ ഒരു സാഹചര്യം ഒത്തു വന്നാൽ എൻ്റെ മക്കളെ എല്ലാവരെയും കൂട്ടി വന്ന് ഞാൻ മാതാവിൻ്റെ തിരുമുമ്പാകെ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്നൊരു ദിവസം എനിക്ക് അവിടുത്തെ കോടതിയിൽ ജോലി ചെയ്യുന്ന ഒരു CID ആയിട്ട് പരിചയമുണ്ടായിരുന്നു. ആ CID മുഖാന്തരം എനിക്ക് അവിടുത്തെ പേപ്പർ വർക്കുകളെല്ലാം പെട്ടെന്ന് ക്ലിയറായി കിട്ടി. അന്ന് തന്നെ എൻ്റെ വിസയുടെ പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം നടന്ന് ഒറ്റ രാത്രി ആ ദിവസം തന്നെ 2 മണി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി 3 മണിയോട് കൂടി ഞാൻ എയർപോർട്ടിലെത്തുകയും ഞാൻ ഇവിടെ വന്ന് എൻ്റെ മക്കളെ എല്ലാവരെയും കൂടി കാണുകയും അങ്ങനെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹം അമ്മ മാതാവ് എനിക്ക് അനുഗ്രഹിക്കുകയും ചെയ്തു. അതിനെല്ലാം കൂടി ഞാൻ അമ്മ മാതാവിനോടും തിരുവൽകുമാറിനോടും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയോട് ഞാൻ നന്ദി പറയുന്നു. അതുകൂടാതെ ഒത്തിരി ചെറിയ അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നു. എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുടെ ഭാര്യയെ ഞാനവിടെ കൊണ്ടുവരികയും അവിടെ വന്ന് ILTC എഴുതാൻ പോയപ്പോൾ ഞാൻ അമ്മ മാതാവിൻ്റെ കാശ് രൂപം അവരുടെ കയ്യിൽ കൊടുത്തു വിടുകയും ആ കാശ് രൂപം കൊണ്ടുപോയി അവരവിടെ ILTC പരീക്ഷ എഴുതി അവിടെ പാസ്സാകുകയും പിറ്റേ ആഴ്ചയിൽ തന്നെ അവിടെ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് പ്രവേശിക്കുവാനും സാധിച്ചു. അങ്ങനെ ഈ ഉടമ്പടിയിൽ വെച്ച് അല്ലാതെ ഒത്തിരി ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് എനിക്ക് അനുഗ്രഹിച്ചു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുവൽകുമാറിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ഫിലിപ്പ് തോമസ്. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. ഒരിക്കലും സാധ്യമല്ലാത്ത രീതിയിൽ എനിക്ക് അനുഭവപ്പെട്ട 2 ബുദ്ധിമുട്ടേറിയ വസ്തു വിൽപ്പനയെ സംബന്ധിച്ചുള്ള സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഏതാണ്ട് 6 കോടി രൂപയ്ക്ക് മുകളിൽ നഷ്ടം വന്നതിന് ശേഷം എൻ്റെ കയ്യിൽ ബാലൻസ് ആയിട്ടുണ്ടായിരുന്നത് 30 സെൻറ്റ് സ്ഥലവും ഞാൻ താമസിക്കുന്ന വീടുമായിരുന്നു. പലതവണയായി ഞാൻ വീട് വിൽക്കാൻ ആഗ്രഹിച്ചെങ്കിലും 2015 മുതൽ 2018 വരെ നിരവധി തവണ കച്ചവടം നടക്കും എങ്കിലും ഒരു കാരണവശാലും പൂർത്തീകരിക്കാൻ സാധിക്കാതെ ആൾക്കാർ പിന്നോട്ട് മാറുകയാണ് ചെയ്തത്. ഇതിനെപ്പറ്റി ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായി സംസാരിച്ച് അവരിതിൻ്റെ കാര്യങ്ങൾ തിരക്കിയപ്പോൾ വരുന്ന ആൾക്കാരുടെ അടുത്ത് ആരോ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു, എൻ്റെ ആ വീടും സ്ഥലവും കൂടി ഒരു കാരണവശാലും താമസത്തിന് യോഗ്യമല്ല, അതിലാണ് അയാളത് വിൽക്കുന്നത്, അയാൾക്ക് വിൽക്കേണ്ട യാതൊരു കാര്യമുള്ള ആളല്ലെന്ന് പറഞ്ഞവരെ മടക്കി വിടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്.
പിന്നീട് ഞാൻ ആ വീട് സ്വല്പം കൂടി ഒന്ന് മോടി പിടിപ്പിച്ച് SBIയിൽ നിന്ന് ഒരു 30 ലക്ഷം രൂപ ലോൺ കൂടി എടുത്ത് 2 നിലയായി പണിതു. പെട്ടെന്ന് കച്ചവടം നടന്നോട്ടെന്ന് കരുതിയാണ്. കാരണം എനിക്ക് ആ സമയത്ത് ലോൺ കൂടുതൽ കിട്ടും. ഞാൻ ഇൻകം ടാക്സ് ശരിക്കും കൊടുക്കുന്ന ആളായിരുന്നു. ഏതാണ്ട് 2010 വരെ നോക്കിയിട്ടും ഒന്നും നടക്കുന്നില്ല. 2012 ആയപ്പോഴത്തേക്കും ഞാൻ നവീകരണത്തിലേക്ക് കടന്നു.